ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ പിന്നെ ഉണ്ടാക്കാനും എളുപ്പത്തിലാണ് കേട്ടോ. ചപ്പാത്തിന് കാട്ടിനും ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലാണ് അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കപ്പാണെന്ന് വെച്ചാൽ കപ്പിൽ അളന്നെടുത്തോളൂ. അപ്പോൾ ഞാനിതിന് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അളന്നെടുക്കുമ്പോൾ ബാക്കി വെള്ളമൊക്കെ അതേപോലെ അളന്നെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവും മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാത്രത്തിൽ തന്നെ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 കപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര പൊടി എടുത്തോ അത്രയും വെള്ളമാണ് കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ 2 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കോഴിമുട്ട എടുത്താൽ മതി. ഞാൻ 2 ബൗൾ എടുത്തുകൊണ്ടാണ് കേട്ടോ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 കോഴിമുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ, കോഴിമുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ഉണ്ടല്ലോ, അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. കോഴിമുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കടലമാവ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ലോണം കട്ടകളൊക്കെ ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 ബൗളും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1 ബൗളും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. കട്ടകൾ കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് കട്ടകൾ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 ബൗളും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ബൗൾ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിവിടെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സവാളയും കുറച്ച് മല്ലിയിലയും ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അത്രയും നേരം വെച്ചാൽ മതി, കൂടുതൽ നേരം ഒന്നും വെക്കണ്ട. അപ്പോൾ ഇതാ ഇതിവിടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു വലിയ സവാളയും ഒരു 2 പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളകാണ്, ചതച്ച കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണതാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. നല്ല ലൂസിലാണല്ലോ, ഇതാ ഇതുപോലെ. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അതേപോലെ നല്ല കട്ട തൈരിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കയ്യിലോണ്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത്, കട്ടിയോടുക്കനെയാണ് ഇരിക്കുന്നത് തോന്നും. പക്ഷേ ഇത് നല്ല കനം കുറച്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ടൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ എണ്ണ തൂവി കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമില്ല. എണ്ണ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുക കാരണമാണ് എണ്ണ തൂവി കൊടുക്കുന്നത്. ഇനി നല്ലോണം മെലിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ആപുറം ഒന്ന് മെലിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ മുരിയിപ്പിച്ചിട്ട് കഴിക്കുക, മുരിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ടൊമാറ്റോ സോസ് വേണമെങ്കിലും കൂട്ടി കഴിക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക.
അതെല്ലാം കട്ട തൈരിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം എണ്ണ തൂവി കൊടുക്കാം, എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചട്ടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ നോൺ സ്റ്റിക്ക് പഴയ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അരികിൽക്കൊന്നും വിട്ട് കിട്ടൂല ചില സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കണില്ല, അതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. കണ്ടല്ലോ, നല്ല കനം കുറച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത് കിട്ടിയിട്ടുള്ളത്. ദോശ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ചപ്പാത്തിക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ചപ്പാത്തി ഉണ്ടാകാൻ നിൽക്കില്ല, ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. ഇനി കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതാ അടുത്തത് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.